ഈ മണിച്ചിത്രത്താളിൽ മറ്റേ കാർന്നൂർ നടക്കണ പോലെ നടക്കുക. എന്നെ ഇങ്ങനെ നോക്കും, നടക്കും. എൻ്റെ കയ്യിൽ ഒരു രുദ്രാക്ഷമുണ്ട്, പശുപതിനാഥിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അവനോട് പറഞ്ഞാൽ ഇതിങ്ങനെ ചുമ്മാ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ നോർമലായി തുടങ്ങി. ആള് നോർമലായി. അമ്മയുടെ ഭാഗത്തുനിന്ന് 28 വയസ്സിന് താഴെയുള്ള ഒരു മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മാവാണ് അവരുടെ ശരീരത്തിനുള്ളത്. ആ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അവനുള്ള ശരിക്കുള്ള ആ എനർജി പുറത്തേക്ക് വന്നു തുടങ്ങി. ഇങ്ങനെ കാണിച്ചു തുടങ്ങി. ആ രൗദ്രഭാവങ്ങളെ കാണിച്ചു തുടങ്ങി. നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞ അബാക്കിന്, അതാ ഞാൻ പറഞ്ഞ അബാക്ക് മീഡിയയിലെ കൊണ്ട് ആണ്ടവൻ്റെ കാര്യങ്ങളും എന്നെ ഒന്ന് പിടിച്ച് നിലത്തേക്ക് ഇട്ടായിരുന്നു. ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ കൊമ്പത്തിരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. ഗണപതി ഹോമം, ഭഗവതി സേവ, ഇതൊക്കെ നടത്തുവാണ് നമ്മുടെ ഒരു പതിവ്. ഞാനും അതുപോലൊക്കെ ചെയ്തു. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ല. പുള്ളി എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളിക്ക് ഞാൻ തൊട്ട് ഹീൽ ചെയ്യിച്ചിട്ട് വേണം പുള്ളിക്ക് പൂജ ചെയ്യാൻ വേണ്ടി വന്നു. ഇതൊക്കെ ആണ്ടവൻ്റെ ചെറിയ ചെറിയ ചിന്ന ചിന്ന വിളയാട്ടങ്ങളാണ്. അത് കണ്ട് മടുത്ത ചില ഇത് നമ്മളെ മുരുകനെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ തന്ത്രവും മന്ത്രവും ഒന്നുമല്ല. ഗുരുവായൂരപ്പനൊക്കെ ചെന്ന് നമുക്ക് സോപ്പിടാം. ആനേനെ കൊണ്ട് ജയലളിതയൊക്കെ സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. മുരുകൻ്റെ അടുക്ക ഈ അഭ്യാസമായിട്ട് വിളിച്ച് കാട്ടികളയും. മകൻ ഒരു ചെറിയ പ്രോബ്ലം പോലെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു സമയമാകുമ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടുന്ന് അവരെ വീട്ടിൽ ചെല്ലുവാണ്. ചെല്ലണ സമയത്ത് അവനെ വിളിക്കും. ഞാനവിടെ ചെന്നിരുന്നു, സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വേലൊക്കെ അവിടെ വെച്ചു സംസാരിക്കുമ്പോൾ ഇവൻ ഇങ്ങോട്ട് വരുന്നില്ല. വലിയ ഹോളാണ്, ബാക്കിലെല്ലാം അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ മണിച്ചിത്രത്താളിൽ മറ്റേ കാർന്നൂർ നടക്കണ പോലെ നടക്കുക. എന്നെ ഇങ്ങനെ നോക്കും, നടക്കും. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അവനെ വിളിച്ചിരുത്തിട്ട് ആരാന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചു. ഭഗവാൻ. ഞാൻ ശരി, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അച്ഛൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേ? അച്ഛൻ അറിയേണ്ട എത്ര കാര്യമാണ്. എൻ്റെ ഭാഗത്തു നിന്നാണ്, വൈഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതെന്താക്കണത്. എന്തോ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ ജോത്സ്യരെ മുഴുവൻ കണ്ടു, അറിയാൻ പറ്റുള്ള എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി കാണിക്കാൻ പറഞ്ഞു. അവിടെ മുരുകൻ എല്ലാ ഭഗവാന്മാരും ഉണ്ട്. അവിടെ ഒരു മുരുകനും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു മുരുകനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുരുകൻ്റെ ഫോട്ടോ മസ്റ്റായിട്ട് വെക്കണം. അദ്ദേഹത്തിനൊരു റെഡ് പീഠത്തിൽ ഇരുത്താൻ വേണം. എന്നിട്ടേ ബാക്കി നമ്മളുടെ ആക്ടിവിറ്റി കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രോഹിതിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് രോഹിത്തിന് കുറേ പേരെ ഇടയിൽ ഇരുത്തി കഴിഞ്ഞാൽ രോഹിതിന് ഇഷ്ടപ്പെടും ഇല്ല. ആ ഒരു കൺസെപ്റ്റ് തന്നെ എൻ്റെ കാര്യത്തിൽ കൂട്ടിയാൽ മതി. അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഒരു പീഠം വരച്ച് അത് ഹൈറ്റൊക്കെ വേണം പുള്ളിക്ക്. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് ഇരുത്തണം, റെഡ് പട്ടിലിരിക്കണം. അത് ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കഥ പറയാം. ഇതാണ് പുള്ളിയുടെ ടൈംസ്. നിങ്ങളത് റെഡിയാക്കോളാൻ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവനോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു രുദ്രാക്ഷമുണ്ട്, പശുപതിനാഥിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അവനോട് പറഞ്ഞാൽ ഇതിങ്ങനെ ചുമ്മാ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ നോർമലായി തുടങ്ങി. ആള് നോർമലായി. അപ്പോൾ ഈ ചോദ്യം അവിടെ കിടക്കുവാണ്, അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് അമ്മയുടെ ഭാഗത്തു നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു സോൾ പ്രസൻസ് അവൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ ഭാഗത്തു നിന്നാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് 28 വയസ്സിന് താഴെയുള്ള ഒരു മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മാവാണ് അവരുടെ ശരീരത്തിലുള്ളത്. അപ്പം ഇവർ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചിന്തിക്കാൻ പറഞ്ഞു. ഇവരുടെ അച്ഛൻ്റെ സിസ്റ്റർ 28ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഓക്കെ. അതെ, ഈ അച്ഛൻ എന്ന് വെച്ചാൽ ഈ വൈഫിൻ്റെ അച്ഛൻ്റെ പെങ്ങള് അപ്പച്ചി അപ്പച്ചി അവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സംഭവം. പിന്നെ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാന്ത്രികനൊന്നും അല്ലല്ലോ. അതൊക്കെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് പേഴ്സണൽ കൊട്ടേഷൻ ഇല്ലാതെ നമ്മളൊന്നും ഇരിക്കില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ അമ്മേനെ കൊണ്ട് തന്നെ, അമ്മയുടെ എനർജിയെ കൊണ്ട് തന്നെ ചെയ്യാൻ ഒഴിപ്പിക്കുന്നത്, അതിനുള്ള പരിപാടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അവനുള്ള ശരിക്കുള്ള ആ എനർജി പുറത്തേക്ക് വന്നു തുടങ്ങി. ഇങ്ങനെ കാണിച്ചു തുടങ്ങി. ആ രൗദ്രഭാവങ്ങളെ കാണിച്ചു തുടങ്ങി. രാത്രി ലാപ്ടോപ്പൊക്കെ എടുത്ത് വെറുതെ പൊളിച്ചു കളയാൻ, അങ്ങനത്തെ രീതിയിൽ. ഇപ്പോൾ കുട്ടീനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി സ്കൂളിൽ, അതുപോലെ ഇവിടെ പറ്റും. അപ്പോൾ അതിനടുത്ത സ്റ്റേംസും അടുത്ത രീതിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അമ്മമാർക്ക് തന്നെ ചെയ്യാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞ അബാക്കിന്, അതാ ഞാൻ പറഞ്ഞത് അബാക്ക് മീഡിയയിലെ കൊണ്ട് ആണ്ടവൻ്റെ
കാര്യങ്ങളെന്നാണ്. അത് സ്വാഭാവികമായിട്ട് എനിക്കുണ്ടാകുന്നൊരു സംശയമാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വിളിക്കുമ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി കാണണം. അപ്പോൾ ഇതിനൊക്കെയുള്ള എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ഞാൻ അവരോട് പറഞ്ഞ് അന്നദാനത്തിന് ഞങ്ങൾ പഴനിയിൽ നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ താല്പര്യം ഉണ്ടെങ്കിൽ അന്നദാനത്തിന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവർ പഴനിയിൽ വന്നു, എന്നിട്ട് ഞങ്ങൾ നടത്തിയ അന്നദാനത്തിൽ ഒരു ഷെയർ അവർ തന്നു. പിന്നെ വണ്ടിയൊക്കെ ഇവരുടെ ഒരു കാര്യത്തിലല്ല ഞാൻ പൊതുവേ നമ്മൾ അത് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കും. അല്ല, എല്ലായിടത്തും പോകില്ല കേട്ടോ, എല്ലായിടത്തും എനിക്ക് പോകാനും പറ്റില്ല, ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കുള്ളൂ, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഈ ചില നിർദ്ദേശങ്ങൾ പോകാൻ പറഞ്ഞു കഴിയുമ്പോഴാണ് പോകണത്. ചെന്ന് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യണത് നിങ്ങൾക്ക് എന്താണെന്ന് അവരുടെ ഇഷ്ടം, നമ്മളൊന്നും പറയില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയുള്ളൂ. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ വിളമ്പിക്കും. അവരെ കൊണ്ട് തന്നെ മനസ്സിലായി. അതെന്തു അതുകൊണ്ട് പറയണം. ഒരു മിനിറ്റ് ഇതിൻ്റെ കാര്യം വെച്ചാൽ മറന്നുപോയി, അത് ടെക്സ്റ്റ് മോണിയായിട്ട് ഇടണം. ആ കുട്ടിയുടെ മൂത്ത ആള് ഇതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോയിട്ട് വിഷമിച്ചിരിക്കുകയാണ്, ഈ കുട്ടിയുടെ മൂത്ത ആള്. അപ്പോൾ അവരെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ അന്നദാനം വന്ന അവിടെ ഷഷ്ടിക്ക് വന്നോന്ന് പറഞ്ഞു. ഷഷ്ടിക്ക് അവർ വന്നു, തലേദിവസം വന്നു, പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം നിന്നു, അന്നദാനം നടത്തി. അവൻ പോയിട്ട് തിരിച്ചു വന്ന ശേഷം അവൻ IIM ബീഹാറിൽ കിട്ടി. നേരത്തെ ചോദിച്ചില്ലേ സ്കന്ദ ഷഷ്ടിയുടെ പ്രാധാന്യം പഴനിയിൽ നടത്തിയതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്, ബിസിനസിൻ്റെ ഇതാണ്. പിന്നെ എന്താ ചോദിച്ചത്, എന്താ പറഞ്ഞത്? ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് അപ്പം താങ്കളുടെ ബിസിനസ്സിൽ നിന്നുള്ള പണം എടുത്തിട്ടാണ് ഇതിനുള്ള എക്സ്പെൻസ് കണ്ടെത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഇല്ല, എനിക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് അവർ തരും. ഓക്കെ, പിന്നെ അന്നദാനത്തിനുള്ള കാര്യം. ഓക്കെ, അത് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ഓക്കെ, ഈ മന്ത്രങ്ങൾ ഇപ്പോൾ പൂജ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭഗവാനെ ഭജിക്കുക, ഇതിനൊക്കെ പ്രത്യേക മന്ത്രങ്ങളുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അതൊക്കെ ഒരു പറഞ്ഞു തരാണെങ്കിലേ എന്നെ ഒന്ന് പിടിച്ച് നിലത്തേക്ക് ഇട്ടായിരുന്നു. ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ കൊമ്പത്തിരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ബിസിനസ് പരമായിട്ട് ഇന്ന് നിലത്തേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ വെച്ചൊരു ഹൈഫൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മൂമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ സ്വന്തം സ്ഥലത്ത് തന്നെ ചെയ്യണമെന്ന്. അപ്പം അതിനോടനുബന്ധിച്ച് ആ സ്ഥലം പോരാണ്ട് വേറെ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ തന്നെ ആണ്ടമറയുടെ അവിടെ എൻ്റെ ഫോട്ടോ ഉണ്ടാക്കണം ചോദിച്ചല്ലോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോന്ന്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, കേൾക്കും അനുസരിക്കണമെന്നില്ല. ആ ഫോട്ടോ ഞാൻ വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഇനിയിപ്പോൾ മുരുകൻ്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചു. ഒരു പഴയ നായർ തറവാടാണ്, അതിൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ പകുതി കിട്ടിയപ്പോൾ വീടിൻ്റെ പകുതി ഞാൻ പറയും ഇവിടെ ഒരു വൃത്തിയില്ലാത്തടത്തുകൊണ്ട് ഞാനെങ്ങനെ മുരുകനെ വെക്കണം, വേണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് ആ മുറിയിൽ അവിടെ വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവാണ്. ഒരു കാര്യം മനസ്സിലാക്കി, നെഗറ്റീവ് എനർജി എപ്പോഴും എഫക്റ്റ് ചെയ്യണ ഒരു കാര്യം മനസ്സിലാക്കി. ഡിജിറ്റൽ മീഡിയയിലൊക്കെ എഫക്റ്റീവ്സാണ്. എൻ്റെ ഐസ്ക്രീം ഇരിക്കുന്നതൊക്കെ വളരെ സെൻസിറ്റീവ് മെഷീൻസാണ്. മറ്റേ അതൊക്കെ പറയണത് ഇപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറയുന്നു. ഈ ഡിജിറ്റൽ അതായത് കട്ട് ഓഫും എല്ലാം മറ്റേ ഡിജിറ്റൽ സംഭവത്തിലാണ് നിൽക്കണേ, ഇതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഡിസ്പ്ലേ അതിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ടൈമർ ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്താൽ ഇതെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓഫായി കിടക്കും. പിറ്റേ ദിവസം നമുക്ക് പണി കിട്ടും, നമ്മുടെ സ്റ്റോക്ക് മെൽറ്റാവും. ഇങ്ങനെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഞാനപ്പോൾ ഒരു തമാശ വെച്ചാൽ നമുക്കൊക്കെ ഫസ്റ്റ് പരിപാടിയാണ് നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പൂജാരിനെ വിളിക്കുക, ഗണപതി ഹോമം, ഭഗവതി സേവ ഇതൊക്കെ നടത്താനുള്ള നമ്മുടെ ഒരു പതിവ്. ഞാനും അതുപോലെയൊക്കെ ചെയ്തു. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഭഗവതി സേവക്ക് വന്നത് അവിടുത്തെ ഭദ്രാളി ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഭദ്രാളി ക്ഷേത്രത്തിലെ പൂജാരിയാണ്, നാരായണൻ നമ്പൂതിരിയുടെ പേര്. ഇപ്പോഴും അങ്ങേരെ ഓർമ്മയുണ്ട് എനിക്ക്. കാരണം അദ്ദേഹം വന്ന് പൂജയൊക്കെ നടത്തി വൈകിട്ടത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളീനെ പിടിച്ച നിലത്തേക്കുണ്ട്. അമ്പലത്തിൽ അയാൾ താമസിക്കുന്നത് ഭഗവതി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. അയാളെ പിടിച്ച നിലത്തേക്കിട്ട് എന്നിട്ട് അങ്ങേർക്ക് ഇപ്പം എന്നോട് ചോദിച്ചില്ലേ, അങ്ങേരോട് കമ്മ്യൂണിക്കേഷൻ, നീ മേലാൽ ഞാൻ പരിസരത്തേക്ക് വന്ന് വരുന്നു. പുള്ളീൻ്റെ ഇടയ്ക്ക് എന്താണ് ആവാഹിക്കാനൊക്കെ നോക്കി. ഇതിനെക്കൂടി ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമ്മളങ്ങനെയുള്ള പറയണേ, എന്തെങ്കിലും ആവാഹിച്ചാൽ പോണെങ്കിൽ പോട്ടെ എന്ന് വെച്ചാൽ നമ്മളങ്ങ് പറഞ്ഞ്. പുള്ളി എന്തൊക്കെയോ ആവാഹിക്കാൻ നോക്കി. മേലാൽ പരിസരത്തേക്ക് വന്ന് പുള്ളി നിലത്തേക്ക് വന്നു. ബാക്കി നിന്റെ കുടുംബത്ത് കൊടുത്തിട്ടുണ്ട്, മക്കളെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. മക്കളും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന വണ്ടി ഇടിച്ചു, ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക. ആൾക്കൊന്നും പരിക്കില്ല. ഇപ്പം ഇത്രയേ ഉള്ളൂ, ബാക്കി ഇനിയും അങ്ങോട്ട് വരുന്നു. അവിടെയാണ് ഞാൻ വാങ്ങിച്ചാണ് സ്ഥലം. ഇങ്ങനെയുണ്ട്.
അപ്പം നമുക്ക് ഡ്രൈവിംഗ് സ്കൂളായിട്ട് പറഞ്ഞ് തന്ന് ഓൾറെഡി ചുമക്കാൻ തന്ന്. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ പുള്ളിയോട് വെച്ച് ഇനി എന്നെ വിളിക്കുക കേട്ടോ അങ്ങോട്ടൊന്ന്. ഞാൻ പറഞ്ഞ് ഇത് പണ്ടാണ് നടുകടലിലിട്ട് പുള്ളി ഇട്ടിട്ട് പോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യും, പേടിയല്ലേ. അപ്പോൾ ആണ്ടവനുണ്ടല്ലോ ഭയങ്കര കുഴപ്പമില്ലെന്നുള്ള പക്ഷേ ഈ അദ്ദേഹം എന്നോട് ഈ പറഞ്ഞ നമ്പൂരി എന്നോട് പറഞ്ഞേ, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇവിടുത്തെ ഒരു വലിയൊരു തന്ത്രിയുണ്ട്, അയാളെ പോയി കാണുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്ന് എടപ്പള്ളിയിലുള്ള സ്ഥലത്ത് പോയി കണ്ടു. പുള്ളി അടിപൊളിയായിട്ടൊക്കെ നിന്ന് കാര്യമൊക്കെ നോക്കി എന്നെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പരിഹാരം ചോദിച്ചപ്പോൾ ഭയങ്കര ലക്ഷങ്ങളുടെ കാശ്. അതൊക്കെ ഇപ്പം നടക്കണ കാര്യമല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ എൻ്റെ അച്ഛൻ ഒരു യുവകാര്യം എതിർപ്പാണ്. പുള്ളി ദേവീക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ്. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെ അങ്ങേറ്റമാണ്. അപ്പോൾ എന്താ ചില കാര്യത്തിൽ ഞാൻ പണ്ട് തൊട്ട് അമ്പലത്തിൽ പോകുന്നത് എന്നോട് പറഞ്ഞ കാര്യം അമ്മേനെ വിളിച്ച് നല്ല തെറിയാം, ഇവനെന്താ പൂജാരിയാക്കാൻ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് എന്നെയും ശരിക്കും മാനസികമായിട്ട് അച്ഛൻ അന്ന് കാലഘട്ടത്തിൽ ശരിക്കും വിഷമിപ്പിച്ചതിൻ്റെ കാര്യം ഞാൻ എല്ലാ ദിവസവും മുരുകനെ കാണാൻ പോകും. എന്നെ ഇഷ്ടമല്ല, അത് ചെയ്യണം അച്ഛന് ഇഷ്ടമല്ല. അത് സാരമില്ല. അപ്പോൾ ഈ പഴയ കമ്മ്യൂണിസ്റ്റുകളുടെ എല്ലാം വീട്ടിൽ വിശ്വാസം അല്ല, വിശ്വാസത്തിനല്ലെന്ന് നമുക്ക് ഞാൻ പറയട്ടെ, ഒരു കുട്ടി എന്ന നിലയിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഉള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിന് നിർമ്മാലം തൊഴാൻ പോണാ, അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അല്ല, പുള്ളി ചോദിക്കാൻ ചോദ്യം നീ എന്തിനാ അവനെ പൂജാരിയാക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമായിരുന്നു. അത് അതിൻ്റെ വഴിക്ക് കിടന്നു. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും അവിടെ നടക്കില്ല, അധികം ഓടില്ല. അപ്പം ഞാൻ പറഞ്ഞ പൂജ അവിടെയൊക്കെ വന്ന് 2 ദിവസമൊക്കെ നിന്ന് പണിയൊക്കെ നടത്തി കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ കട്ടയും പടയും നടക്കും. അതിന് ഞാൻ വാങ്ങിച്ച സ്ഥലം അച്ഛൻ്റെ പേരിൽ വാങ്ങിച്ചു കൊടുത്തതാണ്. ഞാൻ വാങ്ങിച്ച സ്ഥലം അച്ഛൻ്റെ പേരിലും കൂടി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് പിന്നെ എന്തായാലും സൊല്യൂഷൻ ആണ്ടവൻ എന്നോട് പറഞ്ഞ് നിനക്ക് പണി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പർട്ടിക്കുലർ ദിവസം പറഞ്ഞു നീ അവിടെ നിന്ന് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവിടെ ഞാൻ ചെന്നു. പിന്നെ കുറേ നാളത്തേക്ക് അതിന് ശമനമായിരുന്നു. പഴനിയിൽ ഒരു പ്രത്യേക ദിവസമുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോഴാണ് കാണുന്നത് സകല ദുർമന്ത്രവാദികളും ഉണ്ടല്ലോ, പ്രശ്നങ്ങളെല്ലാം വായിച്ച് അവിടെ കൊണ്ടുവച്ച ദിവസം ഈ കഴുത്തിലൊക്കെ മറ്റേ എന്താ മാലയൊക്കെ ഇട്ടുള്ള. അപ്പോൾ ഞാൻ അവരോട് എന്താ പ്രത്യേകം ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം പുള്ളി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചില്ലേ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം. അന്നൊന്നും നമ്മൾ ഇത്ര പഠിച്ചിട്ടില്ല പറയാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ജ്യോത്സ്യരെ കാണാനിടായി, അന്ന് തന്ത്രീനെ കാണാനിടായി. തന്ത്രി പറഞ്ഞു ഞങ്ങൾ ഞാൻ ചോദിച്ചു ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ എവിടെയാണ് തീർക്കണമെന്ന് വെച്ചു. പുള്ളി പറഞ്ഞു ഞങ്ങൾ പഴനിയിലാണ് എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അങ്ങേരുടെ ഇത്ര ചെയ്തതല്ല പുള്ളി എന്നോട് നേരിട്ട് ചോദിച്ചത്. ഫസ്റ്റ് ചോദ്യമാണ്. പക്ഷേ ഇതിന് ശേഷം ഈ തന്ത്രിയായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും പല കാര്യങ്ങളൊക്കെ. അപ്പോൾ ദിണ്ടിഗലിൽ ഞാനൊരു പാൽപ്പൊടി പർച്ചേസ് ചെയ്യാൻ പോയി. അവിടെ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര, ഇവിടുത്തെ കേരളത്തെ മൊത്തം പാൽ അങ്ങനെ അത്ര വലിയ ജന്മിയാള്. ഇത് നമ്മളെ പറയില്ലേ, ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പുള്ളിയോട് ചോദിച്ചു. പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പേര് ഭയങ്കര രാജ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഭയങ്കര വിഷമിച്ചിരിക്കണേ, മകളുടെ എന്തായാലും വിഷയത്തിലാണോ? അപ്പം പുള്ളി ഇങ്ങനെ അത്ര നേരം ബിസിനസ് പറഞ്ഞു പുള്ളി ഞെട്ടിച്ചിട്ട് അതിങ്ങനെ മനസ്സിലായെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് ചോദിച്ചു എന്നുള്ളൂ, എന്തായാലും മക്കളുടെ വിഷയങ്ങളാണോ എന്ന് വെച്ചു. അതെ, 32 വയസ്സ് ലണ്ടനിൽ വരെ പഠിച്ച, കല്യാണമാവുന്നില്ല, കാശ് ഇട്ട് മൂടാൻ കാശുണ്ട്. അയാളുടെ മറ്റേ വീടെന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ വീടാണ്. അപ്പോൾ ഞാൻ ഞാൻ പുള്ളിക്ക് ചെറിയൊരു പരിഹാരം പറഞ്ഞു, അത് പഴനിയിലാണ് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. പുള്ളി അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആലോചന വന്നു. പക്ഷേ പുള്ളി പറഞ്ഞു നിങ്ങളുടെ കേരളത്തിലെ വലിയ തന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് വീട്ടിലൊരു പൂജ നടത്തിയേക്കൊള്ളാം, നിങ്ങൾക്ക് എല്ലാവരും അറിയാമെന്ന് ചോദിച്ചു. പൈസ ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല. ഞാൻ ഈ തന്ത്രീനോട് പറഞ്ഞു. തന്ത്രി കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചെന്നു. അത് ജോലിച്ചിലൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ എനിക്കും അങ്ങോട്ട് പോകണമല്ലോ, ഞാൻ ഈ വണ്ടിയിൽ കയറിക്കോട്ടെ എന്ന് വെച്ചു. കാറ് ആയാലും ഞാൻ എൻ്റെ എക്സ്പെൻസിലാണ് കൊണ്ടുപോകണവർ. പുള്ളി പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടം വരെയും അതുപോലെ ഇരിക്കണം, പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ചിന്താഗതി അങ്ങനെയല്ലേ. അവിടെ ചെന്ന് ആണ്ടവൻ്റെ അടുത്ത പരിപാടിയാണ്. ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് നാളെയാണ് പൂജ, പറഞ്ഞാണ് പൂജയുടെ ഉച്ചയായപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര പനി.
മരുന്നെടുക്കാൻ പറ്റില്ല, മരുന്ന് പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാട്ടോ മരുന്നെടുക്കാൻ. എനിക്കറിയില്ല ഇവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പൂജ സമയത്ത് എന്നോട് പറഞ്ഞേ, അണ്ണാ പറഞ്ഞ് എന്താ ചെയ്യണേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പരിപാടി അറിയാം, ഞാൻ ചെയ്തോട്ടെന്ന് വെച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്താ? അപ്പോൾ ഞാൻ ചെയ്താൽ സംഭവം കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്താന്ന് വെച്ചാൽ ചെയ്യുക. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ പൂജ ആയതുകൊണ്ട് ഏറ്റവും പോയി. ഞാൻ പുള്ളീനെ ഹീൽ ചെയ്ത്, ഫസ്റ്റ് ഹീലിംഗ് കേട്ടാ. പുള്ളിയുടെ പനി പോയി. ഓക്കെ. ഞാൻ അപ്പം തന്നെ പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞു, 3 ദിവസം ഈ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, 3-ാമത്തെ ദിവസം പുള്ളി വീഴും. പൂജ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയതിൻ്റെ അവിടുന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വീണു. പക്ഷേ ഈ പുള്ളി എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളിക്ക് ഞാൻ തൊട്ട് ഹീൽ ചെയ്യിച്ചിട്ട് വേണം പുള്ളിക്ക് പൂജ ചെയ്യാൻ വേണ്ടി വന്നത്. ഇതൊക്കെ ആണ്ടവൻ്റെ ചെറിയ ചെറിയ ചിന്ന ചിന്ന വിളയാട്ടങ്ങളാണ്. അത് കണ്ട് മടുത്ത ചില ഇത് നമ്മളെ മുരുകനെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ തന്ത്രവും മന്ത്രവും എന്നല്ല, പുള്ളി ഡയറക്റ്റ് പണിയാണ്. നൊന്ത് വിളിക്കുക കർമ്മം. അത് കറക്റ്റായിട്ട് ഞാൻ കാര്യം എന്ന് പറഞ്ഞുതരാം. ഗുരുവായൂരപ്പനൊക്കെ ചെന്ന് നമുക്ക് സോപ്പിടാം, ആനേനെ കൊണ്ട് ജയലളിതയൊക്കെ സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. മുരുകൻ്റെ അടുക്ക ഈ അഭ്യാസമായിട്ട് വിളിച്ച് കാട്ടികളയും മാറി. അത് അർപ്പണത്തോടു കൂടി വന്നു. അതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പെട്ട് വിഷമിച്ച് നടന്നൊക്കെ വന്നേ. ഓക്കെ ഓക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി കഥകൾ കൂടി നമുക്ക് കേൾക്കാം. സന്തോഷം.